മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवधे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भावहे ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ എന്ന് ദേവി മാഹാത്മ്യം തുടരുകയാണ്. ദേവി അവിടെ അസുരന്മാരോടുള്ളതായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം അല്ലെങ്കിൽ അസുരന്മാർ ദേവിയോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. ദേവിയുടെ അട്ടഹാസം കേട്ടിട്ട് മഹിഷാസുരൻ നോക്കിയപ്പോൾ ദേവിയെ കണ്ടു. അതിനുശേഷം അവർ തമ്മിലുള്ളതായിട്ടുള്ള അസുരന്മാർ ദേവിയുമായിട്ടുള്ളതായിട്ടുള്ള ആ യുദ്ധം ആരംഭിച്ചു എന്ന് പറഞ്ഞു. അതിൽ ഓരോരോ അസുരന്മാരുടെയും അനവധി സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള യുദ്ധത്തിനാണ് പുറപ്പെട്ടത്. അതിൽ ഓരോരുത്തരുടെയും കഥ പറയണു. ഓരോരോ സേനാനികളും എങ്ങനെയാണ് യുദ്ധം ചെയ്തത്, അത് എത്ര സൈന്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് അവിടെ പറയുന്നത്, തുടങ്ങുന്നത്. പഞ്ചാശദ്ഭിശ്ച നിയുതൈഃ അസിലോ മഹാസുര അയുധാനാം ച തൈഃ ഷഡ്ഭിഃ ബാഷ്കളോ യുയുധേ രണേ. ആദ്യം ചിക്ഷുഷു എന്നുള്ളതായിട്ടുള്ള അസുരനെ കുറിച്ച്, ചിക്ഷുരൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഉദഗ്രൻ എന്നുള്ളതായിട്ടുള്ള അസുരനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് മഹാഹനു എന്നുള്ളതായിട്ടുള്ള അസുരനെ കുറിച്ചും 3 പേര് എങ്ങനെയൊക്കെയാണ് യുദ്ധം, അവരുടെ കീഴിൽ എത്ര സൈന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അസിലോമൻ എന്നുള്ളതായിട്ടുള്ള അസുരന്റെ കഥയാണ് പറയണത്. പഞ്ചാശദ്ഭിശ്ച നിയുതൈഃ അസിലോമഃ മഹാസുരഃ. പഞ്ചാശദ്ഭിഃ, പഞ്ചാശത്ത് എന്ന് പറഞ്ഞാൽ 50. പഞ്ചാശദ്ഭിഃ നിയുതൈഃ, നിയുതങ്ങളെ കൊണ്ട് 50 ലക്ഷം. പഞ്ചാശദ്ഭി 50 ലക്ഷം പട എന്നുള്ളതാണ്. പഞ്ചാശത്ത് എന്ന് പറഞ്ഞാൽ 50, നിയുതം എന്ന് പറഞ്ഞാൽ ലക്ഷം. 50 ലക്ഷം പടയോട് കൂടിയിട്ട് ആണ് അസിലോമൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ യുദ്ധം ചെയ്യാൻ എത്തിയത് എന്നാണ്. പഞ്ചാശദ്ഭിഃ ച നിയുതൈഃ അസിലോമ മഹാസുര. അസിലോമൻ എന്നുള്ളതായിട്ടുള്ള മഹാസുരൻ 50 ലക്ഷം പടയോട് കൂടിയിട്ട് യുദ്ധത്തിന് വന്നു. അയുധാനാം ശതൈഃ ഷഡ്ഭിഃ ബാഷ്കളോ യുയുധേ രണേ. ബാഷ്കളൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ രണേ യുയുധേ, യുദ്ധം ചെയ്തു. രണത്തിൽ, ആ യുദ്ധത്തിൽ അടരാടി എന്നുള്ള യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. രണം എന്നുള്ളത് തന്നെ യുദ്ധം എന്നാണ് അർത്ഥം. യുയുധേ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്തു എന്നുള്ളതും. അയുധാനാം ശതൈഹി, അയുധം എന്ന് പറഞ്ഞാൽ 10,000. 10,000 ശതം, 100 ഒക്കെ ഇരട്ടിയായിട്ടുള്ളതായിട്ടുള്ള 10,000. 10,000 ഇൻറ്റു 100 എന്നുള്ളത്. അപ്പോൾ അതവിടെ 10 ലക്ഷം ഭടന്മാരോട് കൂടിയിട്ട് അയുധാനാം ശതൈ ഷഡ്ഭിഃ, അതായത് ശതൈഃ ഷഡ്ഭിഃ 600 ആയുധങ്ങളെ കൊണ്ട്, 600 ഷഡ്ഭിഃ ശതൈഃ. ശതൈഃ ഷഡ്ഭിഃ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600 അങ്ങനെയുള്ളതായിട്ടുള്ള, അതായത് 600 ആയുധങ്ങളെ കൊണ്ട്, ആയുധങ്ങളാകുന്ന 600 10,000 എന്നുള്ളതാണ്. അപ്പോൾ 60 ലക്ഷം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള സൈന്യങ്ങളെ കൊണ്ട് ബാഷ്കളൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ യുദ്ധം ചെയ്തു എന്നാണ്. ഗജവാജി സഹസ്രൗഹൈഃ അനേകൈഃ പരിവാരിത വൃതോ രഥാനാം കോട്യാച യുദ്ധേ തസ്മിന്നയുധ്യത. വിടാലാഖ്യോ അയുധാനാം ച പഞ്ചാശദ്ഭിരഥായുധൈഃ യുയുധേ സംയുഗേ തത്ര രഥാനാം പരിവാരിത. ആരാണെന്ന് പറയണില്ല അവിടെ. ഗജവാജി സഹസ്രൗഹൈഃ അനേകൈഃ പരിവാരിത എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അവിടെ ഒരു പാഠഭേദമുണ്ട്. എന്താണ്? അനേകൈഃ ഉഗ്രദർശനഃ എന്നുള്ളതായിട്ടുള്ളൊരു പാഠമുണ്ട്. അപ്പം അവിടെ ആ ഉഗ്രദർശനഃ എന്നുള്ളതായിട്ടുള്ള പാഠം എടുക്കുകയാണ് കൂടുതൽ സൗകര്യം. എന്താ വെച്ചാൽ അവിടെ വേറെ ആരാണ് യുദ്ധം ചെയ്തതെന്ന് അവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഈ പാഠമാണ് എടുക്കുക നല്ലത്. ഏത്? ഗജവാജി സഹസ്രൗഹൈഃ അനേകൈഃ ഉഗ്രദർശനഃ എന്നുള്ളതായിട്ടുള്ള പാഠം. അപ്പോൾ ഉഗ്രദർശനൻ എന്നുള്ളത് ആ അസുരൻ്റെ പേര് എന്നുള്ളതാണ്.
അപ്പൊ ഉഗ്രദർശനൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ ഗജവാജി സഹസ്രൗഹൈഹി അനേകൈഹി അനേകങ്ങളായിട്ടുള്ള ഗജവാജി സഹസ്രൗഹൈഹി, ഗജങ്ങള്, ആനകള്, വാജികള്, കുതിരകള്, ആനപ്പടയും കുതിരപ്പടയും രണ്ടും ഉണ്ട് എന്നുള്ളതാണ്. അതും സഹസ്രങ്ങള്, ആയിരക്കണക്കിന് സഹസ്രൗഹൈഹി അവരുടെ സമൂഹം എന്നുള്ളതാണ്. അനേക സഹസ്രം ഗജസേനയും കുതിരസേനയുമായിട്ട് കുതിരപ്പടയുമായിട്ട് ഉഗ്രദർശനൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ വൃത രഥാനാം കോട്ട്യാച, അത് മാത്രമല്ല വൃത രഥാനാം കോട്ട്യാച, രഥങ്ങള് കോടി രഥങ്ങള് എന്നുള്ളതാണ്. 1 കോടി രഥങ്ങള്, ആ രഥങ്ങളാലും ചുറ്റപ്പെട്ടുകൊണ്ട്, വൃത ചുറ്റപ്പെട്ടുകൊണ്ട് അവരോടെല്ലാം കൂടിയിട്ട് അനവധി ഗജങ്ങള്, കുതിരകള്, സഹസ്രക്കണക്കിന് ഗജങ്ങള്, കുതിരകള്, പിന്നെ കോടി രഥികള് ഒക്കെ കൂടിയിട്ട് യുദ്ധേ തസ്മിൻ യുദ്ധേ അയുധ്യത, ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്തു. ആര്? ഉഗ്രദർശനൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ എന്നുള്ളതാണ്. ഇനി വിരാളാഖ്യോ മഹാദൈത്യ പഞ്ചാശദ്ഭിരഥായുധൈഃ യുയുധേ സംയുഗേ തത്ര രഥാനാം പരിവാരിതഃ. ഈ വിലാളൻ എന്നു പേരായിട്ടുള്ള മഹാദൈത്യൻ മഹാസുരൻ തന്നെ. വിലാളാഖ്യ മഹാസുര, വിലാളൻ എന്നു പേരായിട്ടുള്ള മഹാസുരൻ അസുരൻ പഞ്ചാശദ്ഭിഹി രഥായുധൈഃ പഞ്ചാശദ്ഭിഹി, പഞ്ചാശത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ആയുധങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ 50 ആയുധങ്ങളാവുമ്പോൾ 5 ലക്ഷം എന്നുള്ളതാണ്. പഞ്ചാശദ്ഭി അയുധൈഹി പരിവാരിത, ചുറ്റപ്പെട്ടുകൊണ്ട് തത്ര സംയുഗേ യുയുധേ, യുദ്ധത്തിൽ സംയുഗം എന്ന് വെച്ചാൽ യുദ്ധം തന്നെ, യുദ്ധത്തിൽ പോരാടി എന്നുള്ളതാണ്. വിലാളൻ എന്നു പേരായിട്ടുള്ള മഹാദൈത്യൻ 5 ലക്ഷം പരിവാരങ്ങളോട് കൂടിയിട്ട്, പരിവാരിത ചുറ്റപ്പെട്ടുകൊണ്ട് ഭടന്മാരോടുകൂടി, രഥാനാം പഞ്ചാശദ്ഭി രഥികൾ ആയിട്ടുള്ള 5 ലക്ഷം പേര് കൂടിയിട്ട് ഈ സംയുഗത്തിൽ യുദ്ധത്തിൽ പോരാടി വിലാളൻ എന്നു പേരായ അസുരൻ. പിന്നെ അടുത്തത് അന്യേച തത്ര ആയുധശോ രഥനാഗഹൈർവൃതാഃ യുയുധു സംയുഗേ ദേവ്യാ ഖഡ്ഗൈഃ പരശുപട്ടിശൈഃ. അന്യേച വേറെയും അസുരന്മാര്, ഒക്കെ പേര് പറയണില്ല, ചിലരുടെയൊക്കെ പേര് പറഞ്ഞു. അന്യേച തത്ര അയുധശഃ രഥനാഗഹൈർവൃതാഃ യുയുധുഃ സംയുഗേ, സംയുഗത്തിൽ യുദ്ധത്തിൽ യുയുധുഃ പോരാടി. എങ്ങനെ? വേറെയും അസുരന്മാര്, അതായത് വേറെ അസുരന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുരന്മാര് പോരാടിയത് ഇവരോടൊക്കെ കൂടിയിട്ട്, അതായത് അവിടെ അസുരശ്രേഷ്ഠന്മാരെയാണ് പറയണത്. കുറെ പേരുടെ പേര് പറഞ്ഞു. അതല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള സേനാനികൾ പലരും ഉണ്ടാവും. അപ്പൊ അവര് അങ്ങനെയുള്ളതായിട്ടുള്ള സേനാനികളെയാണ് പറയണത്. അവരുടെ കീഴില് ഇങ്ങനെ ഓരോരുത്തരുടെ കീഴിലും ഇത്ര വളരെ സേനകൾ ഉണ്ടായിരുന്നു എന്നാണ്. അന്യേച തത്ര, ആ യുദ്ധത്തിൽ അയുധശഃ രഥനാഗഹയൈർവൃതാഃ. അയുധം എന്ന് പറഞ്ഞാൽ 10,000 നേരത്തെ പറഞ്ഞു. 10,000 കണക്കിന് രഥങ്ങളെ കൊണ്ടും നാഗങ്ങളെ കൊണ്ടും, നാഗങ്ങള് എന്ന് വെച്ചാൽ ഗജങ്ങള്, ആനകള്, ഹയങ്ങള്, കുതിരകള്, 10,000 കണക്കിന് രഥങ്ങളും നാഗങ്ങളും കുതിരകളുമായി ചുറ്റപ്പെട്ടുകൊണ്ട് യുയുധുഃ സംയുഗേ ദേവ്യ, ദേവിയോടുകൂടി സംയുഗത്തിൽ യുദ്ധം ചെയ്തു എന്നാണ്. ഖഡ്ഗൈഹി പരശുപട്ടിശൈഹി, ഖഡ്ഗങ്ങളെ കൊണ്ടും, അതായത് ആയുധങ്ങൾ, അവർക്ക് ഉണ്ടായിട്ടുള്ള ആയുധങ്ങള് പരശു പട്ടിശൈഹി, പരശുക്കളും പട്ടിശങ്ങളും ആയിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്തു എന്നാണ്. ഇനി ആയുധങ്ങള്, അനുവദിച്ച ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയണത്. അത് അന്യ പറയണത് ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.